സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് 14ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ വായിച്ച 7 വാർത്തകളാണ് പത്രത്തിൽ വായിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് വാർത്തകൾ. നിങ്ങൾ വായിച്ച ഏതെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിൽ എഴുതാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്തി തരുന്നതാണ്. നമുക്ക് ശ്രദ്ധിക്കാം. റിഗാർഡിംഗ് ദ ബാംഗ്ലൂരു ഡ്രഗ് ബസ്റ്റ് കേസ്, ദ പ്രോപ്പ് ടീം വിൽ ഇൻവെസ്റ്റിഗേറ്റ് ദി ഇൻവോൾവ്മെന്റ് ഓഫ് VIPs in Karnataka film industry. The prop team decided to quiz all people allegedly involved in the crime apart from the 12 in the custody. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിഗാർഡിംഗ് ഇതിനെപ്പറ്റിയാണ് ബാംഗ്ലൂരു ഡ്രഗ് ബസ്റ്റ് കേസ്. ആ ഡ്രഗ് റെയ്ഡ് ബസ്റ്റ് എന്ന് പറഞ്ഞാൽ റെയ്ഡ് കേസാണ് അല്ലേ, ഇവിടെ മയക്കുമരുന്ന് കണ്ടെത്തിയായിരുന്നു. ആ കേസിനാണ് ദ പ്രോപ്പ് ടീം, ആ പോലീസ് ടീം, അത് അന്വേഷിക്കുന്ന ടീമാണ്, വിൽ ഇൻവെസ്റ്റിഗേറ്റ് ദ ഇൻവോൾവ്മെന്റ്, ആരൊക്കെ ഉണ്ട് എന്നുള്ള അതവർ അന്വേഷിക്കും. ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് എൻ്റെ അർത്ഥം ഇൻ ദ കർണാടക ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ അതിനകത്ത് വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ആ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള, അവരെ പറ്റിയുള്ള അവരുടെ ഒരു ഇത് അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ പറയാണ് പ്രോപ്പ് ടീം ഡിസൈഡഡ് ടു ക്വിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഓൾ ദ പീപ്പിൾ അലിജഡ്ലി എന്ന് പറഞ്ഞാൽ ആരോപിക്കപ്പെട്ടതുപോലെ, ഇൻവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന, ഇൻ ദ ക്രൈം, ആ ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എപ്പാർട്ട് ഫ്രം 12 ഇൻ ദി കസ്റ്റഡി. ഓക്കെ, 12 പേരെ ഓൾറെഡി അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഉള്ള ആൾക്കാരെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, ഗവൺമെന്റ് ഓഫ് കേരള റിഫ്യൂസ് ടു അലൗ സ്പെഷ്യൽ ട്രെയിൻ സർവീസസ് കൺസിഡറിംഗ് ദ ഹൈ ചാൻസസ് ഓഫ് കോവിഡ് ട്രാൻസ്മിഷൻ. ഡ്യൂ ടു ദിസ്, നോട്ട് ഈവൻ എ സിംഗിൾ ട്രെയിൻ among the 80 special services that will start from Saturday will be available in Kerala. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഗവൺമെന്റ് ഓഫ് കേരള റിഫ്യൂസ് ചെയ്തു, അനുവദിച്ചില്ല. എന്താണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസസ്? കേന്ദ്ര ഗവൺമെന്റ് ചില സ്പെഷ്യൽ ട്രെയിൻ സർവീസസ് ആരംഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അലൗ ചെയ്യാതിരുന്നത്? ഹൈ ചാൻസസ് ഓഫ് കോവിഡ് ട്രാൻസ്മിഷൻ, കോവിഡ് പടരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അലൗ ചെയ്യാത്തത്. ആ കാരണം കൊണ്ട്, ഡ്യൂ ടു ദിസ് നോട്ട് ഈവൻ എ സിംഗിൾ ട്രെയിൻ അമോങ് ദിസ് 80 സ്പെഷ്യൽ സർവീസസ്. ഓക്കെ, 80 പ്രത്യേക സർവീസസ് ആണ് ആരംഭിക്കുന്നത്. അതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല കേരളത്തിൽ. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? വിൽ സ്റ്റാർട്ട് ഫ്രം സാറ്റർഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ COVID-19. ഫിനാൻസ് മിനിസ്റ്ററിന് തോമസ് ഐസക്കിന് കോവിഡ് പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ മിനിസ്റ്റർ ഹാസ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ COVID-19 ഇൻ കേരള. ഒരു മന്ത്രിക്ക് കോവിഡ് പിടിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ മിനിസ്റ്റേഴ്സ് പേഴ്സണൽ സ്റ്റാഫ് ഹാവ് ബീൻ സെൻഡ് ടു ക്വാറന്റൈൻ. ഇവിടെ എന്താണ്, അവരെ എല്ലാവരെയും ക്വാറന്റൈനിലേക്ക് അയച്ചു. ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് ബീൻ സെൻഡ് ടു ക്വാറന്റൈൻ ബൈ ദ ഒഫീഷ്യൽസ്. ആരാണ് അവരെ സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കണ്ടതാണല്ലോ ന്യൂസ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, നമ്മൾ ശ്രദ്ധിക്കുക ആരാണ് എന്ന് ചിലപ്പോൾ പറയാറില്ല. ഇവിടെയും അതല്ലല്ലോ പ്രധാനപ്പെട്ടത്, അവരെ ക്വാറന്റൈനിലേക്ക് അയച്ചോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. ദ സെൻട്രൽ ഹാസ് പ്രൊപ്പോസ് ദാറ്റ് എ ഫുൾ റീഫണ്ട് ഷുഡ് ബി ഗിവൺ ബൈ ദ എയർലൈൻസ് വിത്തിൻ 15 days ഫോർ ദ ടിക്കറ്റ്സ് ബുക്ക് ഡ്യൂറിംഗ് ദ ലോക്ക്ഡൗൺ ഓൺ ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ ആൻഡ് ഫോറിൻ എയർലൈൻസ്. സെൻട്രൽ എന്താണ് പ്രപ്പോസ് ചെയ്തത്, എന്താണ് അഭ്യർത്ഥിച്ചത്? എ ഫുൾ റീഫണ്ട്, മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കണം, ഷുഡ് ബി ഗിവൺ ബൈ ദ എയർലൈൻസ്. ആരാണ് കൊടുക്കേണ്ടത്? എയർലൈൻസ് കൊടുക്കണം. വിത്തിൻ 15 days, 15 ദിവസത്തിനകം കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? അതായത് ഈ ലോക്ക്ഡൗണിന്റെ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക്. ഏതൊക്കെ ടിക്കറ്റാണ്? ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ, ഫോറിൻ എയർലൈൻസിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും പൈസ പൂർണ്ണമായിട്ടും റീഫണ്ട് ചെയ്യണമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ K. Palaniaswamy on Sunday announced that the extension of corona-induced lockdown in the state till September 30. തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞത്, അദ്ദേഹം സൺഡേയിൽ അനൗൺസ് ചെയ്തു, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മുന്നോട്ട് പോകും അല്ലേ. എന്താണ് മുന്നോട്ട് പോകുന്നത്? കൊറോണ ഇൻഡ്യൂസ്ഡ് ലോക്ക്ഡൗൺ, കൊറോണ കാരണം ഉണ്ടായ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ എന്ന് വരെ നീട്ടി, സെപ്റ്റംബർ 30 വരെ നീട്ടി. ഇനി മറ്റൊരു നല്ല സന്തോഷമുള്ള ഒരു വാർത്തയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. എന്താണ് പറയുന്നത്? എ 110-year-old woman tested negative for COVID-19 and was discharged from the medical college. ഓക്കെ, കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. എന്താണ്, 110 വയസ്സുള്ള ഒരു ഉമ്മ കോവിഡ് നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തിയതിനു ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്തു. Thus, Pathu has become the oldest COVID patient to recover in the state. അങ്ങനെ ഈ പാത്തു എന്ന് പറഞ്ഞ് ഈ ഉമ്മയാണ് ഏറ്റവും പ്രായമുള്ള ആള് കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്തു. ഇനി ഇപ്പൊ പറയാണ് എങ്ങനെയാണ് കോവിഡ് പിടിച്ചതെന്ന് പറയാണ്. പാത്തു
Pathu turned COVID positive on August 18 after she had contracted the disease from her daughter. ഓക്കെ, ഈ പാത്തു എന്ന് പറഞ്ഞ ഉമ്മയ്ക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇത് മകളിൽ നിന്നാണ് കിട്ടിയത്. അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ, ഷീ ഹാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഹാഡ് കോൺട്രാക്റ്റഡ് അങ്ങനെയാണ് ലഭിച്ചത്. ഇവിടുത്തെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസാണ്? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആദ്യം ഒരു കാര്യം സംഭവിച്ചു, രണ്ട് പാസ്റ്റ് ടെൻസ് ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഷീ ടേൺ കോവിഡ് പോസിറ്റീവായിട്ട് മാറി. അതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? ഒരു കോണ്ടാക്ട് ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ കോവിഡ് പിടിച്ചത് അല്ലേ. അപ്പോൾ ആദ്യം നടന്ന പാസ്റ്റ് ടെൻസ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ. ആ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.